ഡിമോസ് ഫർണിച്ചർ, the ultimate ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വലിയ തരത്തിലേക്കുള്ള കെടുതികളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 9 മരണങ്ങൾ സ്ഥിരീകരിക്കുകയും 8 പേരെ കാണാതാവുകയും ചെയ്തൊരു സ്ഥിതിയാണ് ഏറ്റവും അവസാനം വന്ന കണക്ക് പ്രകാരം പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനം വലിയ രീതിയിൽ പോരായ്മ അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായി എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഇടപെടൽ ഉണ്ടായില്ല എന്നതൊക്കെയാണ് വിമർശനത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി CPM നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ വിമർശനവും വലിയ തരത്തിലേക്കുള്ള എതിർപ്പുകളുമൊക്കെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്നത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. വിമർശനം എന്നുള്ളതല്ല, വസ്തുതാപരമായ കാര്യമാണ് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രളയം വല്ലാത്ത നിലയിൽ മനുഷ്യ ജീവന് ഭീഷണി വന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. 5-6 ജില്ലകൾ വെള്ളത്തിനടിയിലാണ്. 9 പേർ മരിക്കുകയും 8 പേരെ കാണാതാവുകയും നിരവധി ക്യാമ്പുകൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വല്ലാത്ത ഒരു കഷ്ടത്തിലാണ് ജനങ്ങളെന്ന് പറയുന്നത്. ഗവൺമെന്റ് ആണെങ്കിൽ അനങ്ങാതെ ഇരിക്കുകയാണ്. ഗവൺമെന്റ് ഒരു നടപടിയും ഗൗരവമായി ഒരു ഡിപ്പാർട്ട്മെന്റും യോജിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ പ്രളയം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പ് പോലും ശരിയായ രീതിയിൽ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിനുശേഷമെങ്കിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചില്ല. അതിനർത്ഥം വെച്ചാൽ ഈ ഉണ്ടായ പ്രളയം കൂടുതൽ വഷളാക്കുന്നതിനും കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നതിന് ഉള്ള എല്ലാ സമയവും ഗവൺമെന്റ് കൊടുത്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരെ വിളിച്ചു ചേർക്കുകയും മന്ത്രിമാർക്ക് ജില്ലകളിൽ ചുമതല കൊടുക്കുകയും ജില്ലാ ഭരണകൂടത്തെ വിളിച്ചു ചേർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നടപടിക്രമമുണ്ടല്ലോ. നമ്മൾ ഇത്തരം പ്രളയം ഉണ്ടാവുന്നൊക്കെ സമയത്ത് നമ്മളെല്ലാം ചെയ്തിട്ടുള്ള ഒരു നടപടി പ്രളയമാണ്. പക്ഷേ മുഖ്യമന്ത്രി വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. 9 മനുഷ്യൻ മരിച്ചു, 8 പേർ കാണാതായി, ജനങ്ങളെല്ലാം വലിയ ദുരിതത്തിലാണ്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ കയറി ബന്ധുവിന്റെ രോഗം അന്വേഷിച്ചു പോയിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല, രോഗം അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഹെലികോപ്റ്റർ പോകേണ്ട സ്ഥലത്ത് പോകണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ ആ സഭയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പോഴും എന്റെ ചെവിയിൽ കൂടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ സന്ദർശനം നടത്തിയപ്പോൾ അതിനെതിരെ ആഞ്ഞടിച്ച് ശബ്ദം ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ആരും ആഹാരം കഴിക്കേണ്ടതെന്ന് ഞങ്ങൾ പറയില്ല, ആരോ കഴിക്കണം. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ഒരു രീതിയും കാര്യങ്ങളുണ്ടല്ലോ. 9 പേരും ഇവിടെ മരിച്ചു കിടക്കുന്നു, 8 പേരെ കാണാനില്ല. വല്ലാത്ത ആളുകൾ വല്ലാത്ത ഒരു ഇരിക്കുന്നു. ഏതാണ്ടൊരു വലിയ സദ്യ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ, എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് മിനിമം ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാതെ ഇരിക്കണ്ടേ? അത്തരം മിനിമം ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അപ്പം എത്ര പേര് മരിച്ചാൽ എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യും. ഞാൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് എന്റെ ബന്ധുക്കളെല്ലാം അസുഖങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കും. ഈ നിലയിലുള്ള ഒരു ധിക്കാരപൂർവമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ചത് സമം ബഹുമാനപ്പെട്ട വി ഡി സതീശനെന്നായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടേയില്ല. ഞാനാണ് ശരി, ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചോണം. പാർട്ടിയിലായിരുന്നാലും ജനങ്ങളിലായിരുന്നാലും ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും യഥാർത്ഥത്തിൽ ഈ സംഭവം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ പരിപാടികളും റദ്ദ് ചെയ്ത് എവിടെയാണോ അദ്ദേഹത്തിന് സൗകര്യം അവിടെ അദ്ദേഹം ഇറങ്ങി സകല ഉദ്യോഗസ്ഥന്മാരെയും മറ്റുമൊക്കെ ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനിൽ അല്ലെങ്കിൽ അല്ലാതെ വിളിച്ചു ചേർത്ത് ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം സംസ്ഥാന തലത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ കെടുതി പകുതിയായി മാറുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കെടുതിയുടെ
നല്ലൊരു ശതമാനം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിയിട്ടില്ല, മരുന്നുകൾ എത്തിയിട്ടില്ല എന്ന പരാതിയൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അത് ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ എവിടെയെങ്കിലും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടതാണ്, പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു, ടെലിവിഷൻ ചാനലിൽ കണ്ടു. ടെലിവിഷൻ ചാനലിൽ പിന്നെ കുട്ടികൾ കൊണ്ടുവന്ന് അവിടെ മുത്തശ്ശിമാരുടെ അടുത്ത് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വേറൊരാളുടെ ചോദിച്ചപ്പോൾ ആരും ഇവിടെ അന്വേഷിച്ച് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉദ്യോഗസ്ഥനും ഭരണയന്ത്രവും ചലിക്കണമെങ്കിൽ അതിന്റെ പിന്നെ ടോപ്പിൽ നിൽക്കുന്ന ആളായിട്ട് കൂടെ നിൽക്കണമല്ലോ. ആ പിന്നെ ഒരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി വരണം. ആൾക്കാർ മരിച്ചു കിടക്കുന്നു, ആളുടെ ജീവനുമായി പന്താടുന്നു. ആ സമയത്ത് പിന്നെ ആഘോഷങ്ങളിൽ പിന്നെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. പത്തനംതിട്ട റാന്നിയിൽ മുൻകൂട്ടി അറിയിക്കാതെ ഡാം തുറന്നത് മൂലം വലിയ തരത്തിലേക്ക് ഡാമേജ് ഉണ്ടായി. കടകളടക്കം വെള്ളത്തിൽ മുങ്ങി, സാധനങ്ങൾ എടുത്ത് മാറ്റാൻ പറ്റിയില്ല എന്നൊക്കെ ഈ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ മുൻകൂട്ടി അറിയിക്കാത്തതിൽ റെഡ് അലേർട്ട് ഈ വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷമാണ് ഉണ്ടായത്. അതുപോലെ ഡാമുകൾ മുൻകൂട്ടി അറിയിക്കാതെ തുറന്നു എന്നൊക്കെ പരാതി ഉയരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് അത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, പ്രളയം ഉണ്ടായതിനു ശേഷം അത് നേരിടുന്ന കാര്യത്തിൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, പിന്നെ പ്രോപ്പറായിട്ട് സന്ദേശം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ 100% പരാജയമായിരുന്നു ഈ പിന്നെ UDF ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മുഖ്യമന്ത്രി താൻ ഒരു ഭരണരംഗത്ത് താൻ ഒരു പരാജയമാണെന്നും ഈ പിന്നെ കാണിക്കുന്ന ഷോ മാത്രമാണ്. ഷോ മാത്രം കാണിച്ചാൽ പിന്നെ ഒരു ഭരണകർത്താവില്ല, നല്ല ഭരണകർത്താവില്ല. നല്ല ഭരണകർത്താവണമെങ്കിൽ അതിന് ചില ത്യാഗപൂർണമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടുള്ള പിന്നെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി പിന്നെ കഴിയേണ്ടതായിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സതീശൻ വെറും ഷോ കാണിക്കുന്നു, നുണ പറയുന്നു, കള്ളം മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്ന ഒരു വാക്കുപോലും ഇന്ന് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ആയി മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ അദ്ദേഹവും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നത്. സതീശൻ എന്ന മുഖ്യമന്ത്രി അമ്പെ പരാജയമാണ് എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.